ഒരു ഘോര യുദ്ധത്തിനായി യൂറോപ്പ് ഒരുങ്ങുകയാണോ? യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ ഭയന്ന് തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് കുത്തനെ ഉയർത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. റഷ്യയെക്കുറിച്ചുള്ള ഭയം യൂറോപ്യൻ രാജ്യങ്ങളെ, ആ രാജ്യങ്ങളുടെ അസ്ഥിയിൽ ബാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിരോധ ബഡ്ജറ്റിലേക്ക് വലിയ രീതിയിലുള്ള ചെലവിടലിലേക്ക് ഇത് നയിച്ചിരിക്കുന്നു. 446 ബില്യൺ ഡോളറാണ് റഷ്യയ്ക്ക് വേണ്ടി പ്രതിരോധം, അതായത് റഷ്യയെ പ്രതിരോധിക്കാനായി യൂറോപ്പ് ഇപ്പോൾ തയ്യാറാക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭയന്നു വിറച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധ ബഡ്ജറ്റുകൾക്കായി വലിയൊരു തുകയാണ് ചെലവഴിക്കുന്നത്. ഡിഫൻസ് ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം അവരുടെ പ്രതിരോധ ബഡ്ജറ്റുകൾക്കായി 343 ബില്യൺ യൂറോ, അതായത് 402 ബില്യൺ ഡോളർ ചെലവഴിച്ചതായി യൂറോപ്യൻ സുരക്ഷാ ഏജൻസി പറഞ്ഞു. ഇത് മുൻ വർഷത്തെക്കാൾ 19% കൂടുതലാണ്. പ്രത്യേകിച്ച് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തികളുള്ള രാജ്യങ്ങൾ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും റഷ്യയുമായി നാറ്റോ ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, നാറ്റോ വഴി യുക്രൈന് US ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങി പ്രതിരോധ നിരകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൈനയുടെ വിലയുടെ 1.5 ഇരട്ടിയും റഷ്യയുടേതിൻ്റെ 3 ഇരട്ടിയുമാണ്. പ്രതിരോധ ചെലവിൽ അമേരിക്ക മുന്നിലാണെങ്കിലും തന്ത്രപരമായ പങ്കാളിത്തത്തിന് യൂറോപ്പിന്റെ ഈ നടപടി പ്രധാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. നിലവിൽ ഈ രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കും ഭാവി യുദ്ധത്തിനും സ്വയം തയ്യാറെടുക്കുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് 2025 യൂറോപ്യൻ യൂണിയന്റെ പ്രതിരോധ ബഡ്ജറ്റ് 446 ബില്യൺ ഡോളറായി ഉയരും എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ദീർഘകാല യുദ്ധതന്ത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇത് മാത്രം തെളിയിക്കുന്നു. EDA പ്രകാരം പ്രതിരോധ ചെലവ് സൈനികരുടെ ശമ്പളത്തിനും ബേസ് ക്യാമ്പുകൾ പരിപാലിക്കുന്നതിനുമല്ല, മറിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും ഗവേഷണ വികസനത്തിനുമായാണ് ചെലവഴിക്കുന്നത്. 2024 മൊത്തം ചെലവ് 31% അഥവാ 124 ബില്യൺ ഡോളറായിരുന്നു. അതിൽ 15 ബില്യൺ ഡോളർ നേരിട്ട് ഗവേഷണത്തിനും വികസനത്തിനുമായി ചെലവഴിച്ചു. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ 39%, ഗവേഷണ വികസനത്തിൽ 20% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതിനകം യൂറോപ്പ് അതിൻ്റെ സൈന്യം വികസിപ്പിക്കുക മാത്രമല്ല, ഭാവിയിലെ ഭീഷണികൾക്കായി വലിയ തോതിൽ തയ്യാറെടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.